ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീറാണ്. അപ്പോൾ പാലക് പനീർ റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പാലക്കിൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, ചെറുതായിട്ടരിഞ്ഞ സവാള, 2 തക്കാളി നമ്മൾ ഇതുപോലെ പേസ്റ്റാക്കിയത്, പിന്നെ ആവശ്യത്തിലുള്ള പനീർ. അപ്പം നമ്മൾ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നമ്മുടെ ചെറുതായിട്ടരിഞ്ഞ സവാളയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വരണ്ടതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ ഗരം മസാല അതുകൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പാലക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കത്തില്ല, നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പം നമുക്കിങ്ങനെ സാധാരണ നമ്മൾ വെള്ളം കിടന്ന് തിളയ്ക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ഇങ്ങനെ പൊട്ടി നമുക്ക് മുകളിലോട്ട് തെറിക്കുന്ന പോലെ ആയിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. കാരണം നമുക്കിതിന് അധികം ഒരുപാട് നേരം വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1 സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൂരി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്